അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ചാറ്റ് പുറത്ത്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും എന്നാണ് ഭീഷണി. പേടിപ്പിക്കാൻ നീ എന്നല്ല ലോകത്തൊരു മനുഷ്യനും നോക്കണ്ട എന്നും രാഹുൽ ചാറ്റിൽ പറയുന്നുണ്ട്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി വീഡിയോ കോൺഫറൻസ് വഴി രേഖപ്പെടുത്തിയേക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകും. ജയിൽ മാറ്റ അപേക്ഷയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്മാറിയേക്കും. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സിജോ, അധികം വൈകാതെ തന്നെ പരാതിക്കാരി നാട്ടിലെത്തിയേക്കും, ഇന്നലെയോ ഇന്നോക്കെയായി എത്തിച്ചേരുമെന്നൊക്കെയായിരുന്നു. അപ്പോൾ അവർ ഉടൻ വരില്ലേ? അതുകൊണ്ടാണോ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്? അതിനിടെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും പരാതിക്കാരിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് കൂടി പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഏത് രീതിയിലുള്ള ഭീഷണി പരാതിക്കാരിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ്, ഒരു ഭീഷണിയൊക്കെയാണ് ഈ വാട്സപ്പ് ചാറ്റിലൂടെ നടത്തിയിരിക്കുന്നത്. ഇത് രാഹുലിനെതിരെ ആദ്യം ഒരു കേസ് വരുന്ന സാഹചര്യമുണ്ട്. ആ കേസ് വന്നതിന് പിന്നാലെ അതിൻ്റെ വിവരങ്ങൾ തേടിക്കൊണ്ടാണ് ഈ യുവതി രാഹുലിനോട് സംസാരിക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം അയക്കുകയും ചെയ്തിരിക്കുന്നത്. ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകും കേസുമായി മുന്നോട്ട് പോയാൽ എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്തിരിക്കുന്നത്. തനിക്ക് എതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കും എന്നുള്ളതാണ് പറയുന്നത്. പേടിപ്പിക്കാൻ നീയൊന്നും നോക്കണ്ട എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു ഭീഷണി എന്ന നിലയിലാണ് പറയുകയും ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ കേസുമായി നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആളുകളെ കൂട്ടി വീട്ടിലെത്തും എന്നുള്ളൊരു കാര്യവും പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വലിയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഇവരെ ഈ പരാതിയുമായി നടപടിയുമായി മുന്നോട്ട് പോയാൽ അതിനെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയും അതോടൊപ്പം തന്നെ അവരെ അപായപ്പെടുത്തും എന്ന തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടം ഈ അതിജീവിതയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് പരാതിക്കൊപ്പം അതിജീവിത ഇവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത് ഈ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ ഓൺലൈൻ വഴി രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. അവർ വിദേശത്താണെന്നുള്ളതുകൊണ്ട് നേരിട്ട് വരുന്നുള്ള ചില ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. വളരെ വേഗത്തിൽ ഇതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത്. യെസ്, പരാതിക്കാരിയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ചാറ്റിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കൃത്യമായി എത്രത്തോളം വലിയ ഭീഷണിയാണ് യുവതിക്ക് നേരിടേണ്ടി വന്നത് എന്നത് വ്യക്തമാണ്. ഏത് രീതിയിൽ മുന്നോട്ട് പോയാലും, നിയമപരമായി മുന്നോട്ട് പോയാലും ഞാൻ അതിനെയെല്ലാം നേരിട്ട് കൊള്ളാം. അപ്പോൾ അതേപോലെയുള്ള തിരിച്ചുള്ള നീക്കങ്ങളും തന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന തരത്തിലുള്ള ഭീഷണി സ്വരമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ ഭീഷണിയെല്ലാം മറികടന്നുകൊണ്ടാണ് പരാതിക്കാരി ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയുന്നത്. എന്തായാലും നാട്ടിലെത്താനുള്ള ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് പ്രവാസി യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കൂടി അന്വേഷണ സംഘം